ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ്. ഇന്നത്തെ വീഡിയോ ഒരു ഡെസ്ക് മേക്കറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ടാബിളൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. ഇതിപ്പം ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ടാബിളാകെ നിരത്തിയിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം ഇനി നമുക്ക് ടാബിളിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ടേബിളിലുള്ള വൈറ്റ് കളറ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. ഇതിന് 100 രൂപയാണ് ആയത്. നല്ല അടിപൊളിയാണ്. ഇതല്ലാതെ 2-3 സാധനങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ ഇത് ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അതിൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അത് ഒട്ടിക്കുന്നത്. ഫസ്റ്റ് ഈ ടേബിൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈനെ കണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഈ ഒരു ഗ്രിഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാട്ടോ. അപ്പോൾ അത് ആ ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ള ഈ ഗ്രിഡ് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഓർഗനൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ വെച്ചതുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇതുമ്മത്തെ പൊടിയൊന്നും കളഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലാണ് ഓർഗനൈസർ വെക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വാൾ ഡെക്കർ നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നതും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി തന്നെയാണ്, മീഷോന്ന്. ഇതിന് 120 രൂപയാണ് കേട്ടോ ആയത്. ഇതിന് 34 പീസ് ഉണ്ടാവും. ഇതൊരു വാൾ പോസ്റ്റേഴ്സ് ആട്ടോ, പിങ്ക് കളറിലുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇതും കൂടി ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തന്നെ ഇതാ നമ്മുടെ വാളിൻ്റെ ലുക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന വാൾ പോസ്റ്റേഴ്സ് ഫുള്ളായിട്ടൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. 5 ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ സൈഡിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് കളറിലുള്ള ബോക്സ് വെച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ഓർഗനൈസർ നമുക്കൊന്ന് സെറ്റാക്കാം. അതുപോലെ ഞാൻ പെൻസിൽ കളറും സ്കെച്ച് കളറും പെയിൻ്റൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ടേബിളിൽ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ കാണുന്നത് ആ വാൾ പോസ്റ്ററിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒന്നാണ്. ഇനി നമ്മൾ ഫെയറി ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടേബിൾ അടിപൊളിയായിട്ട് സെറ്റാവും. അപ്പം നമ്മളുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.